ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ 2025 എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണല്ലോ ലോക ചാപ്റ്റർ 1. അപ്പോൾ സിനിമയുടെ ലോക ചാപ്റ്റർ 2 ഷൂട്ടിംഗ് ഈ 2026 ലാസ്റ്റ് ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ചാത്തൻ്റെ കഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ രാജാവിൻ്റെ വരവാണല്ലോ, അതായത് ദൃശ്യം 3 ഏപ്രിൽ 2-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. സിനിമയുടെ ഈ കാണുന്ന ഒരു സർക്കുലർ വന്നിട്ടുണ്ട് തിയേറ്ററുകളായിട്ടുള്ള, അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത് മിനിമം ഒരു 4 വീക്കെങ്കിലും സിനിമ ഓടിച്ചിരിക്കണം. പിന്നെ അതുകൂടാതെ ദിവസേന ഒരു 4 ഷോസും ഉണ്ടായിരിക്കണമെന്നാണ് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ദൃശ്യം 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ മാസം ഫെബ്രുവരി റിലീസ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു ചിത്രം തന്നെയായിരുന്നു നമ്മുടെ കറുപ്പ് സൂര്യയുടെ. അപ്പോൾ സിനിമ ഇനി വരാൻ പോണത് ഏപ്രിൽ മാസമാണ്. അപ്പോൾ എന്തായാലും ഈ മാസം എന്തായാലും സിനിമ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ സൂര്യ 46 സിനിമയും നമ്മുടെ ജൂൺ മാസമാണ് റിലീസ് ചെയ്യാൻ അവർ നോക്കുന്നത്. എന്തായാലും നമുക്കൊരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. DC എന്ന നമ്മുടെ ലോകേഷ് കനകരാജൻ നായകനാവുന്ന ചിത്രത്തിൻ്റെ ഒരു ഗ്ലിംസ് ഈ വരുന്ന 14-ാം തീയതി വാലൻറ്റൈൻസ് ഡേ പ്രമാണിച്ച് റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇന്നലെ നമ്മുടെ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയിലെ കാട്ടുചെമ്പകം എന്ന സോങ് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നലെ റിലീസ് ചെയ്ത സോങ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും വിഷ്വൽസ് ആയ പോലും നല്ല കിടിലം സംഭവം തന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പള്ളിച്ചട്ടമ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്തത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ കൂടത്തായി ജോളിയുടെ കൊലപാതക കേസ് സംഭവങ്ങളൊക്കെ, അവരുടെ സൈനൈഡ് സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് ഒരു സീരീസ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്നുണ്ട്. അതിൻ്റെ പേര് റോസ്ലിൻ എന്നാണ്. അപ്പോൾ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ സീരീസ് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യും. അതിൻ്റെ ട്രെയിലർ ഇന്നേ ദിവസം റിലീസ് ചെയ്യുന്നതായിരിക്കും. നീംപോളിയുടെ സേഫ് സോണിൽ നിന്ന് അദ്ദേഹം മാറി ഒരു പൊളിറ്റിക്കൽ ത്രില്ലറിലേക്ക് കടക്കാൻ പോകണം. അതായത് ഇതിനു മുമ്പ് സഖാവൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ, അതായത് ബി ഉണ്ണികൃഷ്ണൻ്റെ സിനിമയുടെ ട്രെയിലർ ഈ വരുന്ന ഫെബ്രുവരി 17-ാം തീയതി റിലീസ് ചെയ്യുന്നതായിരിക്കും. ആ ലോഞ്ചിൽ നമ്മുടെ ലാലേട്ടനും പ്രിയദർശനും പങ്കെടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ നിവിൻ്റെ പൊളിറ്റിക്കൽ ഈ ഡ്രാമ ത്രില്ലറിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വരുന്ന വാലൻറ്റൈൻസ് ഡേ പ്രമാണിച്ച് നമ്മുടെ പ്രേമം റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പേര് തിയേറ്ററിൽ പോയി കാണും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകൾ, സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.